മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞു. ചടങ്ങിന് ശേഷം സാധാരണ വീട്ടുകാർ പെൺകുട്ടിയും കൂട്ടി ഒറ്റയ്ക്ക് പോകുകയാണ് പതിവ്. അല്ലാതെ ചെറുക്കൻ വീട്ടിൽ നിന്ന് ആരും കൂടെ കാണില്ല. എന്നാൽ പതിവ് തെറ്റിച്ച് കണ്ണന് മഹാലക്ഷ്മിയുടെയും മോഹിനിയമ്മയുടെയും കൂടെ കരുണാലയത്തിലേക്ക് വരണമെന്ന് പറയുന്നു. അപ്പം മോഹിനിയമ്മയും അതുപോലെ മഹിയും നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. അത് കണ്ണന് മനസ്സിലാകുകയും ചെയ്തു. അങ്ങനൊരു ചടങ്ങില്ല, അതുകൊണ്ട് കണ്ണേട്ടൻ കൂടെ വരണ്ട, ഞാൻ തന്നെ നാളെ അനന്തുവിൻ്റെ ലേഖയുടെ വീട്ടിലേക്ക് പൊക്കോളാം എന്ന് മഹി പറയുന്നത് കേട്ടിട്ട് കണ്ണൻ പറയുന്നുണ്ട്, അതെന്താ ഞാൻ കൂടെ വന്നാൽ? അങ്ങനെ ചടങ്ങില്ലെന്നുള്ള കാര്യം എനിക്കും വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എൻ്റെ ഭാര്യയെ ഞാൻ തന്നെ അവിടെ കൊണ്ടുവന്ന് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ കൂടെ വരുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇത്ര പേടിക്കുന്നത്? അതാ എനിക്ക് കൂടുതൽ സംശയം ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ഇന്ന് ചടങ്ങ് നടന്ന സമയത്തും പ്രതാപൻ എന്നെ കാണാൻ വരികയും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങളാണെങ്കിൽ എന്നെ അങ്ങോട്ട് വരുന്നത് കണ്ട് പേടിക്കുകയും ചെയ്യുന്നു. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പം എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. അത് കേട്ട് മോഹിനിയമ്മയ്ക്കും മഹിക്കും നല്ല പേടിയാകുന്നു. മാത്രമല്ല, അനന്തുവിനും ലേഖയ്ക്കും ഇനി അതിൻ്റെ പേര് ഒരു വഴക്ക് വേണ്ട, കണ്ണേട്ടനും കൂടി വന്നോളാൻ മഹി തന്നെ പറയുന്നു. അതിൻ്റെ പ്രകാരം കണ്ണനും മഹിയും മോഹിനിയും കരുണാലയത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നു. പ്രതാപനെ തിരികെ കരുണാലയത്തിലേക്ക് കൊണ്ടുവന്നാക്കി കമലേശ്വരത്തേക്ക് ഒരല്പം ആശ്വാസത്തിൽ വരുന്ന വാമദേവനെ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു കണ്ണൻ്റെ ആ തീരുമാനം. അതായത് ചടങ്ങുകൾക്ക് ശേഷം ഭർത്താവ് കൂടെ പോകുന്നൊരു ചടങ്ങില്ല, അതുകൊണ്ട് തന്നെ കണ്ണൻ കൂടെ പോകുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. അങ്ങനെയിരിക്കെ ശരിക്കും പറഞ്ഞ കരുണയ്ക്ക് തൻ്റെ സങ്കടം മറ്റാരുടെയും തുറന്നു പറയാൻ പറ്റില്ല. ഉണ്ണിയോടോ ദുർഗയോടോ മറ്റു കാര്യം ഷെയർ ചെയ്യുന്നത് പോലെ തൻ്റെ അച്ഛൻ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നത്, അപ്പം ആ സത്യം ഇനി കണ്ണേട്ടനോട് തുറന്നു പറയുമെന്നുള്ള പേടിയിലാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. മോഹിനിയമ്മയോടും മഹാലക്ഷ്മിയോടും മാത്രമേ ഇനിപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവർ ശത്രുക്കളായതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റത്തില്ല. ആ സമയത്തേക്ക് വാമദേവൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും വാമദേവനെ മാറ്റി നിർത്തി കരുണ പറയുന്നുണ്ട്, അമ്മാവ അറിഞ്ഞോ, കരുണാലയത്തിലേക്ക് ഇപ്പോൾ കണ്ണേട്ടനും കൂടെ അമ്മയുടെയും മഹാലക്ഷ്മിയുടെയും പിന്നാലെ പോകുവാന്ന്. അതിനെന്തിനാ അങ്ങനെ പോകുന്നത്? അങ്ങനെ ഒരു ചടങ്ങില്ലല്ലോ മോളെ. അതൊന്നും എനിക്കറിയില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുകില എനിക്ക് ആലോചിക്കാൻ പറ്റാത്തത്. അവിടെ ചെന്ന എന്തായിരിക്കും അവസ്ഥ? അച്ഛൻ എല്ലാ കാര്യം കണ്ണേട്ടനോട് തുറന്നു പറയും. അതോടെ എൻ്റെ ജീവിതം തീരും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂ. നമ്മൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും കണ്ണേട്ടന് സംശയം ഉണ്ടാകുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ മഹിയും അമ്മയും കണ്ണേട്ടനോട് കരുണാലയത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞപ്പം നിങ്ങളിങ്ങനെ ഒളിച്ചു കളിക്കുന്നതിൽ എനിക്ക് സംശയമുണ്ടെന്നാണ് അപ്പോഴും പറഞ്ഞത്. അച്ഛൻ എന്തായാലും കണ്ണേട്ടനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാതിരിക്കില്ല. മോള് വിഷമിക്കണ്ട, ഞാനെന്തായാലും അമ്മയെ വിളിച്ച് കാര്യം പറയാം. വല്ല ഉറക്ക ഗുളികയുണ്ടെങ്കിൽ പാലിലെങ്ങാനും കലക്കി കൊടുത്ത് അവൻ്റെ ബോധം കെടുത്തിയിടാൻ പറയാം. അങ്ങനെ മുത്തശ്ശിയെ വിളിച്ച് വാമദേവൻ പറയുന്നുണ്ട്, അമ്മ അറിഞ്ഞോ, കരുണാലയത്തിലേക്ക് വരുന്നത് മോഹിനിയും മഹാലക്ഷ്മിയും മാത്രമല്ല കണ്ണനും കൂടെ ഉണ്ടെന്ന്. അതെന്താ അങ്ങനൊരു തീരുമാനം? അതൊന്നും എനിക്കറിയില്ല. കണ്ണൻ എന്തൊക്കെയോ സംശയമുണ്ട്. അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ നമ്മളാരും ഉദ്ദേശിക്കുന്ന ടൈപ്പല്ല. അവൻ്റെ മനസ്സിൽ പല സംശയങ്ങളും ഇപ്പം തന്നെ വന്നിട്ടുണ്ടാകും. പ്രതാപൻ വന്ന് അങ്ങനെയല്ലേ ഇവിടെ നടത്തിക്കൂട്ടിയത്. എന്തായാലും അമ്മയൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയുന്നു. മാത്രമല്ല, പ്രതാപൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ മുറിയിൽ പൂട്ടിയിട്ടേക്കുക. അവൻ ഏത് നിമിഷവും കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ സത്യം തുറന്നു പറയും. അവനെ പിടിച്ചു നിർത്താൻ തന്നെ കൊണ്ടാകില്ലെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും പ്രതാപൻ്റെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കണം. വല്ല ഉറക്ക ഗുളികയുണ്ടെങ്കിൽ കലക്കി കൊടുക്കാൻ വരെ വാമദേവൻ പറയുന്നു. അങ്ങനെ ആകെ പേടിച്ച് വിറച്ചിരിക്കുവാണ് മുത്തശ്ശിയും. അങ്ങനെ കമലേശ്വരത്ത് നിന്ന് ഒട്ടും മനസ്സില്ലാ മനസ്സോടെ മഹാലക്ഷ്മിയും കണ്ണനും അതുപോലെ മോഹിനിയമ്മയും പടിയിറങ്ങാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പം ലേഖ മഹിയെ കണ്ടിട്ട് പറയുന്നു, ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അഥവാ അയാളുടെ വായിൽ നിന്നും കണ്ണേട്ട സത്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണെങ്കിലും ഞങ്ങളൊക്കെ ഇല്ലേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. മനഃപൂർവ്വം നമ്മൾ ചതിച്ചയല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് ലേഖേ. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോലും മനസ്സ് വരുന്നില്ല. എന്തിനാ കണ്ണേട്ടൻ കൂടെ വരുന്നതെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കണ്ണേട്ടൻ എന്തൊക്കെയോ സംശയം തീർക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. അപ്പം അനന്തവും പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കണ്ണനെ ഇന്നും ഇന്നലെയും കാണുമല്ലോ. അവന് പ്രതാപൻ്റെ കാര്യത്തിൽ ചില ഡൗട്ടുകളൊക്കെ ഉണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വരുവാണോ എന്ന് എനിക്കും സംശയമുണ്ട്. എന്തായാലും പേടിക്കണ്ട, ഞങ്ങളൊക്കെ മഹിയോടൊപ്പം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ കണ്ണനും മഹിയും മോഹിനി അമ്മയും കൂടി കരുണാലയത്തിലേക്ക് എത്തുമ്പോൾ അവരിറങ്ങി വരുന്നത് നോക്കി പേടിച്ച് വിറച്ചാണ് മുത്തശ്ശി നിൽക്കുന്നത്. മുത്തശ്ശിയുടെ മുഖമൊക്കെ കണ്ടിട്ട് കണ്ണന് വീണ്ടും സംശയം തോന്നുന്നുണ്ട്. എന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വരുന്ന മുത്തശ്ശി ഇന്ന് സ്നേഹത്തോടെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോൾ അവർക്കൊന്നും ഒട്ടും സന്തോഷമോ സ്നേഹമോ ഒന്നും കാണിക്കേണ്ടതല്ല. കരുണ പോലും മഹിക്ക് മധുരം കൊടുക്കുന്നു. ചടങ്ങുകളെല്ലാം ഗംഭീരമായിട്ട് ചെയ്യാൻ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാത്തിലും ഒരു പന്തികേട്.
അപ്പോഴ് കണ്ണൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങളുടെ മകൻ? അവൻ റൂമിലാ, മോൻ അങ്ങോട്ടേക്കൊന്നും പോണ്ട, അവനാണെങ്കിൽ ഇപ്പോൾ ഇച്ചിരി വയലൻറ്റാ, കിടന്നുറങ്ങുവാണെന്ന് തോന്നുന്നു. കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെ പേര് എന്തെങ്കിലുമൊക്കെ പറയും എന്ന് പറയുമ്പം അതെന്താണെന്ന് അറിയാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി വിറച്ച് നിൽക്കുന്നുണ്ട്. അയാൾക്ക് എന്തൊക്കെയോ എന്നോട് പറയണമെന്നുണ്ട്, പക്ഷെ ആരും അത് സമ്മതിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്കിന്ന് അറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞ് കണ്ണൻ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും മുത്തശ്ശിയും മോഹിനിയും അതുപോലെ മഹാലക്ഷ്മി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നു. നിൻ്റെ ഭർത്താവല്ലേ, നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്ന് മുത്തശ്ശിയാണെങ്കിൽ മഹിയോട് ചോദിക്കുമ്പം നിസ്സഹായയായി നിൽക്കുന്ന മഹിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.